പിന്നെ ഒരു സുഹൃത്ത് സംസാരിക്കേണ്ട ഹിന്ദുത്വ ഒരു സംശയം ചോദിക്കട്ടെ, എന്ത് സുഹൃത്തെ വിദ്യാഭ്യാസവും ബി ജെ പിയും തമ്മിലുള്ള കോറിലേഷനെ പറ്റിയാണ് എനിക്ക് ചോദ്യം. നിങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത ഇവിടെ ഉള്ളവർ വിദ്യാസമ്പന്നരായതുകൊണ്ടല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. കേരളത്തിലെ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം കോൺഗ്രസും സി പി എമ്മും എടുക്കുന്ന രാഷ്ട്രീയമുണ്ട്. ബി ജെ പി എന്ന് പറയുന്നാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രവചനം അല്ലെങ്കിൽ ആ പ്രഖ്യാപനമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ സംശയത്തിന്റെ നിഴലിലാക്കി അത് മാറി വരുന്നു. ഇപ്പൊ വിദ്യാഭ്യാസം ബന്ധമ്പോൾ ഈ പറയുന്നത് മാറി ചിന്തിക്കുന്ന കുട്ടികൾ, അതുകൊണ്ട് അവരിതിലേക്ക് വരുന്നത്. പിന്നെ അവിടെ ചർച്ച ഒന്ന് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ബി ജെ പി. എന്താണ് ഹിന്ദു? ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ഭാഗമാണ്, ഒരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? സിന്ധു നദിയുടെ ഭാഗമായിട്ടുള്ളവരെല്ലാം സിന്ധികളാണ്, ഹിന്ദുക്കളാണ്. ഇന്ത്യയിലുള്ള മുഴുവൻ പേര് ഹിന്ദുക്കളാണ്. അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരായാലും അത് സംസ്കാരത്തിന്റെ ഭാഗമാണ്, മതത്തിന്റെ ഭാഗമല്ലെങ്കിൽ. ഒരു നിമിഷം സന്തോഷം, അത് സംസ്കാരമാണ്, മതത്തിന്റെ ഭാഗമല്ലെങ്കിൽ ഈ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങളുടെ നേതാക്കളും പ്രവർത്തകരൊക്കെ പോലീസിൽ കേസ് കൊടുക്കുന്നതിനാണ്. മതവികാരം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ വികാരം വ്രണപ്പെടാൻ പാടില്ല. മതം മനുഷ്യനുണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കപ്പെടുന്ന സാമൂഹിക വികസനത്തിന്റെ അത് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ശ്രമമാണ് സി പി എമ്മും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ പേര് സന്തോഷം എന്നാണ് സുഹൃത്തെ. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ ഞാൻ സുന്നത്ത് നടത്തി 5 നേരം നമസ്കരിച്ചാൽ എന്റെ പേര് അബൂബക്കറായി. ചർച്ചിൽ പോയി കുർബാന നടത്താൻ എന്റെ പേര് ക്രിസ്തുവാസായി. ആർക്കും തടയാൻ കഴിയില്ല. മതം മനുഷ്യന് വേണ്ടിയുള്ള വികസനത്തിന്റെ ഭാഗമായി മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് സർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ഒരു മതം ഉണ്ടാക്കുക സർ. മതം പരസ്പരം മനുഷ്യരെ അടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇവിടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, ഇന്ത്യ ആദരിക്കുന്ന നമ്മുടെ കാമരാജ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? നിങ്ങൾ ഓരോ സമുദായത്തിന്റെയും പ്രത്യേകമായി നമ്മൾ ചർച്ച എടുക്കുമ്പോഴും അവിടെ എല്ലാം ഉണ്ടാകുന്നത് പാവങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ശരിയായ ശക്തമായ രീതിയിൽ പ്രചരണം നടക്കുന്നതിന്റെ സാഹചര്യമുണ്ടായാൽ വരാൻ പോകുന്ന 2026 പൊതു തെരഞ്ഞെടുപ്പിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ കേരളത്തിലെ പറഞ്ഞില്ലേ, കേരളത്തിൽ നിങ്ങൾ കണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെയധികം ദുർബലമായിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ദുർബലമാകുകയാണ്. എന്തുകൊണ്ടുണ്ടാകുന്നു? ഓൾ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ സമീപനം ഭൂരിപക്ഷ സമുദായങ്ങളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെയും ഒരുപോലെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും. സംസ്ഥാനങ്ങളിലുള്ള ജാതി സമവാക്യങ്ങൾ കോർത്ത് കൊണ്ട് ചെയ്തിരുന്നു. ഇത് ജനം തിരിച്ചറിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം MLA-മാരുള്ള ക്രിസ്ത്യൻ MLA-മാരുള്ളത് ആർക്കാ? ബി ജെ പിയിലാണ്. ഇന്ത്യയിൽ 83% മുസ്ലിങ്ങളുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് BJP ആണ്. അവിടെ ഒരു വർഗീയത ഉണ്ടാകുന്നില്ല. ഇത് കേരളം തിരിച്ചറിയും, ഇത് തമിഴ്നാട് തിരിച്ചറിയും. യുപിയിലെ ഞാൻ മറന്നു, യുപിയിലാണ് ഞാൻ മറന്നുപോയി. യുപിയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 80% വോട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം ഞാൻ മറന്നുപോയത്. അത് മാത്രമല്ല, എത്രയോ അസംബ്ലി മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ളത്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായം BJP-യോട് അടുക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, വിദ്യാഭ്യാസമുള്ളവർ നിരവധി പേർ എന്നോട് സംസാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ BJP-യുമായി സഹകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് MLA ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം MLA പോലും ഇല്ലാത്ത ഇന്ത്യയിൽ?